മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച CN രാമചന്ദ്രൻ കമ്മീഷൻ, ആ കമ്മീഷൻ്റെ നിയമനത്തെ റദ്ദ് ചെയ്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമുള്ളൊരു കാര്യമാണ്. നേരത്തെ പറവൂർ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നുമൊക്കെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിധികളുണ്ടായിട്ടും 2006 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ നിയോഗിച്ച നിസാർ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വളരെ കൃത്യമായ രീതിയിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നും ആ വഖഫ് ഭൂമിയുടെ വിഷയത്തിൽ വഖഫ് നിയമപ്രകാരം അവിടെ കയ്യേറിയിട്ടുള്ളവരെ കുടിയൊഴിപ്പിക്കണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം സർക്കാരിനെ അറിയിച്ചിട്ട് ആ റിപ്പോർട്ട് മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ നിലപാട് തീരുമാനം തെറ്റാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയിലൂടെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുനമ്പത്തെ 404.76 ഏക്കർ വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സത്യസന്ധമായ ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് ഇന്നത്തെ വിധിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിനെയും അതേപോലെ തന്നെ കോടതിയെയും വളരെ കൃത്യമായ രീതിയിൽ മുനമ്പത്തേത് 404 ഏക്കർ വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വഖഫ് ബോർഡ് എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സംവിധാനം തന്നെയാണ്. അവിടെ സംസ്ഥാന സർക്കാരിനും വഖഫ് ബോർഡിനും ഒരേ നിലപാട് തന്നെയാണ് ഉണ്ടാകേണ്ടിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നാം കാണുന്നത് വഖഫ് ബോർഡിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ മുനമ്പത്തെ 404 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അത് നിയമവിരുദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ വഖഫ് സംരക്ഷണ വേദി ഹർജി നൽകുകയും വഖഫ് സംരക്ഷണ സമിതി ആ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കക്ഷി ചേരുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ വഖഫ് സംരക്ഷണ വേദിയുടെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും അഭിഭാഷകർ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വഖഫ് സംരക്ഷണ സമിതിയുടെ ആ നിലപാടുകൾക്ക് അനുകൂലമായ സമീപനം തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. വഖഫ് ബോർഡ് വളരെ കൃത്യമായ രീതിയിൽ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിന് വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ആ കോടതിയെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കോടതിയുടെ ഈ വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും സർക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായ രീതിയിൽ, നിഷ്പക്ഷമായ രീതിയിൽ, നിയമപരമായ രീതിയിൽ